എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു സമീപനം, വിദ്യാഭ്യാസത്തോടുള്ള സമീപനം പൊതുവേ ഗുണകരമാണ്, ആരോഗ്യകരമാണ് എന്ന് വിലയിരുത്തുവാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ പഠിച്ചു പോയ മക്കളെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നിലയിലെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10-ലധികം മെഡിക്കൽ ഡോക്ടേഴ്സിനെ നമ്മുടെ ആശാ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇനി അടുത്ത ഡോക്ടേഴ്സ് ഡേയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് ഡോക്ടേഴ്സായിട്ടുള്ളവരുടെ ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ് തന്നെ ഉണ്ടാവും. ആ തരത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും അവരുടെ മൊത്തമായ നിലവാരത്തിൽ തന്നെ അതിൻ്റെ പ്രകടമായ ശ്രദ്ധേയമായ മേന്മ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരെ നിരീക്ഷിക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. ഇനിയും കൂടുതൽ മികവോടുകൂടി തന്നെ മക്കളെ പരിശീലിപ്പിക്കുക. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം എനിക്ക് നിങ്ങളോട് ഇപ്പം ഇത്രയും ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തുന്നതിൽ ഇവർ ടീച്ചേഴ്സ് ജൂൺ മുതൽ തുടങ്ങിയ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ പെർഫോം ചെയ്തത്. പക്ഷേ അതിന് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, നിങ്ങളും ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, നിങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഈ പരിശീലനത്തിന് വേണ്ടി കൊണ്ടുവിടേണ്ടി വന്നിട്ടുണ്ട്, വന്ന് വിളിച്ചുകൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് അറിയാം. അതേപോലെ തന്നെ സാമ്പത്തികമായ കാര്യത്തിലും ഒക്കെ നിങ്ങൾ ഇതിലൊന്നും ഒരു ലുപ്തവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പം സാമ്പത്തികം മുടക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് കരുതി നമ്മൾ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ന് കരുതി ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ആ ബാധ്യതകളൊക്കെ തന്നെയും നിങ്ങൾ ഷെയർ ചെയ്തു. ഒന്നിനും നിങ്ങൾ അസൗകര്യം പറഞ്ഞില്ല. അതൊക്കെ വാസ്തവത്തിൽ വലിയ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് സഹായകമായ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇതിലെവിടെയെങ്കിലും നിങ്ങൾ അസൗകര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ പരിപാടികൾ ഇങ്ങനെ നടക്കുമായിരുന്നില്ല. അപ്പം സ്കൂളിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായും പാലിച്ച് നിങ്ങളതിനോട് സഹകരിച്ചത് കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് ഈ സഹകരണത്തിന്, അതേപോലെ തന്നെ ഇപ്പോഴും ഈ നിറഞ്ഞ വേദി എന്ന് പറയുന്നതും, അപ്പം ചിലരൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്, അത് പോകും, സ്വാഭാവികമാണ്. എന്നാലും ലാസ്റ്റ് ഐറ്റം വരെയും ഈ ഹാളം നിറഞ്ഞ് ഇത്രയും പേരിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംസ്കാരമാണ്. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നിങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോഴും ഇത്രയും പേര് ഈ വേദിയിൽ ഉള്ളത്. അതൊരു നമ്മൾ പിന്തുടരേണ്ടുന്ന, ഇപ്പം മറ്റേ പലരും പോയിട്ടുണ്ടെങ്കിൽ പല അസൗകര്യങ്ങൾ കൊണ്ടിട്ടാണ്. അസുഖമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഇളയ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളണം. നിങ്ങളെല്ലാ പേരും ഇത്രയും ഇരുന്ന് സഹകരിക്കുകയും അതേപോലെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൽ അത്യധികമായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ട. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്കൂള് ചെയ്തു പോകുന്നത് കൊണ്ട് ഇവിടുന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പോയി പഠിക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് പല രക്ഷകർത്താക്കളും ഇതിനകം തന്നെ അറിയിക്കുകയും കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ വലിയ പ്രയാസമായിരുന്നു കുട്ടികളെ പറഞ്ഞു വിടുന്നതിന്. അതുകൊണ്ട് ഈ വർഷം മുതൽ ഇപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തുടർന്ന് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും രക്ഷകർത്താക്കളുടെ താല്പര്യമനുസരിച്ച് 11ഉം 12ഉം ഇവിടെ തന്നെ ചെയ്യത്തക്കവണ്ണമാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് നിലവിൽ നമ്മൾ NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് സംബന്ധിച്ച് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും രക്ഷകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഇഷ്ടപ്രകാരം അത് തുടർന്ന് പോകാവുന്നതാണ്.
അതുകൊണ്ട് സ്കൂള് 7ാം ക്ലാസ് കഴിഞ്ഞ് മാറേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക ആർക്കും ഉണ്ടാവേണ്ടതില്ല. തുടർന്നും നമ്മൾ ICSEയുടെ അഫിലിയേഷന് വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുന്നുണ്ട്. ഈ 3 വർഷത്തിനുള്ളിൽ അത് തരപ്പെടുമെങ്കിൽ രക്ഷകർത്താക്കൾക്ക് ഏത് സിലബസ് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റപ്പെടും. എന്തായിരുന്നാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ശാക്തീകരിക്കുന്നതിന്, ഉറപ്പുവരുത്തുന്നതിന് സ്കൂള് പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതിനോട് നിങ്ങൾ സഹകരിക്കണം. പിന്നെ മക്കളുടെ നിലവിലുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഇടപെടൽ വളരെ ആരോഗ്യകരമാണ്. പിന്നെ ഇപ്പം എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇപ്പോൾ ഇവർക്ക് സ്കൂളിൽ നിന്ന് അവർ പഠിച്ചു തന്നെയാണ് വരുന്നത്. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പഠിക്കുവാനുള്ള, ഇപ്പോൾ ട്യൂഷൻ പോലെയുള്ള, ഇപ്പം മറ്റെല്ലാ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ട്യൂഷൻ വെച്ചവരെ വീണ്ടും പഠിപ്പിച്ചെടുക്കും. അപ്പം നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ രക്ഷകർത്താക്കൾക്കത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അപ്പം അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സമയം മാനേജ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കാം നിങ്ങളങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ലാംഗ്വേജ് കപ്പാസിറ്റി കുറയും. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റായിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഞങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ട്യൂഷൻ ഏർപ്പാട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ് കുറയും. അപ്പം കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ലാംഗ്വേജ് കുറയുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് വളരെ എസെൻഷ്യലാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറയാനുള്ള അവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സമയം വേസ്റ്റ് ആവുന്നു, പിള്ളേർ ഡള്ളാവുന്നു, ഇങ്ങനെ കുറേ പോരായ്മകളുണ്ട്. അതുകൊണ്ട് സിലബസ് അവർക്ക് അറിയാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സമയം ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുവാൻ, വേറെ പലതും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. മ്യൂസിക് പഠിപ്പിക്കാം, സ്വിമ്മിങ് പഠിപ്പിക്കാം, കമ്പ്യൂട്ടർ പഠിപ്പിക്കാം, എന്തെല്ലാം അഡീഷണലായിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ ഇവിടെ ഷോ ചെയ്ത വീഡിയോ സ്കൂളിൽ പോകാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കൊണ്ട് മാത്രം പഠിക്കുന്ന പിള്ളേരുടെയാണ്. അവർ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ആ കൊച്ചുങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ കുട്ടികളോടൊപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇത്രയും ഒരു കഴിവ് അവരുണ്ടാക്കിയ മെഷീനറികൾ, അവർ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ കണ്ടു. ഇതൊക്കെ പ്രാക്ടിക്കലാണ്. ഇപ്പോൾ ധാരാളം പേര് ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നുണ്ട്. വിദേശത്തുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് അവർ ഓൺലൈനായി പഠിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വേറെ സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അവർക്ക് പാസ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ പരീക്ഷ ഓൺലൈനായി ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത് നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പം വെറും കൺവെൻഷനലായി രാവിലെ വിളിച്ചുണർത്തുക, പഠിപ്പിക്കുക, സ്കൂളിൽ വിടുക, വീണ്ടും വീട്ടിൽ വന്നിട്ട് ട്യൂഷൻ പഠിപ്പിക്കുക, കിടത്തി ഉറങ്ങാൻ അനുവദിക്കാതെ പിള്ളേരെ പഠിപ്പിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എന്താ പറയുക, ഈ മക്കൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർ ഇത് പഠിപ്പിക്കാനാണെങ്കിൽ അത് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണ്. പക്ഷേ വേറെ അഡീഷണൽ റീഡ് ചെയ്യുന്നവർ, ഒരു ദിവസം ഒരു പുസ്തകം വായിക്കുന്ന കുട്ടി നമ്മുടെ സ്കൂളിലുണ്ട്. ഒരു ദിവസം ഒരു പുസ്തകം, അഡീഷണൽ പുസ്തകം വായിക്കും. അത് ആ രക്ഷകർത്താക്കളുടെ എന്താ പറയുക, അറിവാണ്, കഴിവാണ്. അപ്പം ഒരു പുസ്തകം ഈ പ്രായത്തിൽ അവർ ദിവസേന വായിക്കുകയാണെങ്കിൽ അവരുടെ വൈജ്ഞാനികമായ മേഖല എത്ര ശക്തമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അവർക്കൊക്കെ പിന്നീട് മുതിർന്നു വരുമ്പം സിവിൽ സർവീസ് പോലെയുള്ള കോമ്പറ്റേറ്റീവായിട്ടുള്ള എക്സാമിനേഷൻസ് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ PSC കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ചെറുപ്പക്കാർ ഈ PSC കോച്ചിങ് സെൻറ്ററുകളിൽ കയറിയിറങ്ങി. വാസ്തവത്തിൽ ഈ പ്രായത്തിൽ തന്നെ പുസ്തകം വായിച്ച് ശീലിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ വൈജ്ഞാനികമായ മേഖല അത്ര ശക്തമായിരിക്കും. അതിനാണ് നിങ്ങളെല്ലാം ശ്രമിക്കേണ്ടത്. ഈ കതിരുമേ വളം വെക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ പ്രായത്തിൽ തന്നെ, ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കൂടുതൽ വായിക്കാനും അറിയാനും ഒക്കെയുള്ള അവസരം കൊടുക്കുക.
ഈ ഇപ്പം നിലവിൽ അവർ പഠിക്കുന്ന ഓക്സ്ഫോർഡിൻ്റെ പുസ്തകങ്ങളാണ്. അത് വളരെ നിലവാരമുള്ള പുസ്തകമാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും നിലവാരമുള്ള പുസ്തകങ്ങൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, മാക്മില്ലൻ, ഈ 3 കമ്പനികളുടെ പുസ്തകങ്ങളാണ്. അതിലേറ്റവും നല്ലത് ഓക്സ്ഫോർഡിൻ്റെ പുസ്തകങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മക്കൾ ആ പുസ്തകങ്ങളാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ നിലവാരം കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അപ്പോൾ ഈ പുസ്തകം പഠിപ്പിക്കുന്ന പള്ളിക്കൂടങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പം ഏറ്റവും നല്ല പുസ്തകങ്ങൾ പഠിച്ചാൽ കുട്ടികൾക്ക് ആ നല്ല നിലവാരം ഉണ്ടാവും. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പിന്നെ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, ക്വാളിറ്റിയെ സംബന്ധിച്ച്, കാര്യത്തെക്കുറിച്ചൊക്കെ. അതേസമയം നിങ്ങൾക്ക് അഡീഷണലായിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, സിലബസ് പഠിപ്പിക്കുന്നതിലല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായും ഒരു നല്ല ഒരു നിലയിലേക്ക് ഇവരുടെ നിലവാരത്തെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മൂല്യബോധം ഉണ്ടാക്കുക, അച്ഛനമ്മമാരെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മൂല്യങ്ങൾ കൂടി മക്കൾക്കുണ്ടാകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ സംസാരിക്കുന്നത് അടുത്ത ഐറ്റത്തിന് അവർക്ക് ചില മേക്കപ്പ് ചേഞ്ച് ആവശ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ല, ഞാൻ നിങ്ങളെ സംസാരിച്ച് സമയം കളയാൻ വേണ്ടി വന്നതല്ല. ഈ ഒരു ഫില്ലറാണ്, ഒരു ടൈം ഫില്ലർ എന്നുള്ള നിലയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞ സമയം ഏതാണ്ട് തീരാറാകുന്നു. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയായി ചെയ്യുവാൻ സഹായിച്ച കാര്യം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അതിനെല്ലാം വളരെ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. ഇവരെ ഈ തരത്തിൽ അണിയിച്ചൊരുക്കി ഇപ്പോൾ ജൂൺ മുതൽ ചെയ്ത പരിപാടികളാണ്. ഇപ്പോൾ സ്കൂൾ ടൈമിൽ വലിയ ബാധിക്കാത്ത തരത്തിൽ അവരെ ചെയ്തു. അതേപോലെ KG സെക്ഷൻ, ഇപ്പോൾ LKG, UKG, ഡേ കെയർ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 വയസ്സിലും താഴെയുള്ള കുഞ്ഞുങ്ങൾ പോലും ഈ വേദിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 2 വയസ്സിനും താഴെയുള്ള മക്കൾ. അപ്പോൾ അവർ പോലും അത് ചെയ്യിച്ചു. അപ്പോൾ അവർക്ക് ഡെലിക്കസി ഇല്ല. അവരൊക്കെ ചെയ്യിച്ചത് അവരുടെ ടീച്ചർമാർ തന്നെയാണ്. ഇപ്പോൾ ഡേ കെയറിലെ കൊച്ചുങ്ങളുടെ ടീച്ചർ അവരെ ശരിപ്പെടുത്തിയെടുത്തു. LKG, UKG കുട്ടികളുടെ ടീച്ചേഴ്സ് അവരെ പ്രാക്ടീസ് ചെയ്തെടുത്തു. പിന്നെ ഫസ്റ്റും സെക്കൻഡും ആ ക്ലാസ്സിലെ തന്നെ കുട്ടികളെ മാത്രമാണ്, ബാക്കിയുള്ളതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ പത്മകുമാർ, നമ്മുടെ സ്ഥിരം ഡാൻസറായിട്ടുള്ള പത്മകുമാർ സാറാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവരോടെല്ലാം ഇപ്പോൾ ടീച്ചേഴ്സ് ഈ വിഷയത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ അധ്യാപകരോടും. അതേപോലെ ഈ വർഷം വളരെ ശ്രദ്ധേയമായൊരു കാര്യം, നമ്മുടെ ഡ്രൈവർമാർ, ആയമാർ, ആൻറ്റിമാർ, ഇവരെല്ലാം തന്നെ വളരെ സജീവമായിട്ട് ഇപ്പം കരിപ്പൂർ ക്ഷേത്രത്തിലും അതേപോലെ മണ്ഡപം ക്ഷേത്രത്തിലുമൊക്കെ ഇന്ന് വിദ്യാരംഭം നടത്തിയ മക്കൾക്ക് ആശാ സ്കൂളിൻ്റെ ഒരു എന്താ പറയുക, വിജയദശമി ആശംസാ കിറ്റ് കൊടുത്തു. നമ്മുടെ ടീച്ചേഴ്സും ഡ്രൈവേഴ്സും കൂടെയാണ് പോയത്. അപ്പോൾ ഇവരെല്ലാം അതിനകത്ത് ഇടപെടുന്നു. ഇന്നിവിടെ ചായ ഉണ്ടാക്കുകയും നിങ്ങൾക്കെല്ലാം സപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തത് നമ്മുടെ ഡ്രൈവർമാരാണ്, അവർ അസിസ്റ്റൻ്റന്മാരാണ്, കുട്ടികളെല്ലാം. അപ്പോൾ ഇവരെ നിങ്ങളങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ആഹാരം ഇങ്ങനെ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ടീച്ചർമാരും ആൻറ്റിമാരും ഡ്രൈവർമാരും എല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു വളരെ എന്താ പറയുക, ഒരു കുടുംബം പോലെ ഓരോരുത്തരും അവരുടെ റോള് എന്താണെന്ന് വകവയ്ക്കാതെ എല്ലാ പേരും കൃത്യമായും അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ഇതെല്ലാം ഭംഗിയായി നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ ഇവരോട് പറയുന്ന ഒരേ ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ ടീച്ചർമാരോട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുതെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വഴയിലെ ടീച്ചർ ഇത്തിരി ടെൻഷൻ അടിച്ചു. വഴയിലെ ടീച്ചറിൻ്റെ കൊച്ചിങ്ങളുടെ പാട്ട് മാറിപ്പോയി. അപ്പോൾ ടീച്ചർ ആകെ അസ്വസ്ഥയായി. അപ്പോൾ ടീച്ചർ ഓടിക്കയറുന്ന കണ്ടുകൊണ്ട് ഞാൻ ടീച്ചറെ ഫോളോ ചെയ്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് പാട്ട് മാറിപ്പോയി, ആകെ അസ്വസ്ഥയായി. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്കത് ഒന്നുകൂടെ കളിപ്പിക്കാം, എന്താ കുഴപ്പം, അങ്ങനെ ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, ഞാനുമായി സഹകരിക്കുന്ന, ഞാനുമായി ബന്ധപ്പെടുന്ന ഒരാളും ഒരു കാര്യത്തിലും സ്ട്രെസ്ഡ് ആവരുത്, ടെൻഷൻ ഉണ്ടാവരുത്. ടെൻഷൻ ഉണ്ടാവാതിരുന്ന എന്തും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ്. അപ്പം ആ ടീച്ചറോട് ഞാനത് പറഞ്ഞു. അപ്പോൾ ഒരു അവസരം കൂടെ കൊടുത്ത് ടീച്ചർ വളരെ സമാധാനമായി. ഇത്രയേ ഉള്ളൂ കാര്യം, അല്ലേ? ഒന്നുകൂടെ അവരെ കൊച്ചുങ്ങളെ കളിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താ ദോഷം? ഇത്രയേ ഉള്ളൂ. അപ്പോൾ വഴയിലെ ടീച്ചർമാർ അവിടുത്തെ പൊടി കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. വഴയിലെ നമ്മൾ ചെയ്ത അവിടെയും
നന്നായി ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളെ നന്നായി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വഴയിലെ പൊടിക്കൊച്ചുങ്ങളെയും ഒക്കെ ഇവിടെ സ്റ്റേജിൽ കൊണ്ടു ചേർത്തു. അപ്പോൾ അവിടുത്തെ ടീച്ചർമാർ, അവിടുത്തെ ആൻറ്റിമാർ, ഇവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടിപ്പം. അവരുടെ രക്ഷകർത്താക്കൾ ഇപ്പോൾ നിങ്ങളെപ്പോലല്ല, അവർ ടൗണിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതും ചെയ്ത് തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഈ ടീച്ചർമാരുടെയും ആൻറ്റിമാരുടെയും ഡ്രൈവർമാരുടെയും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇതിനകത്ത് അത്രയും ആത്മാർത്ഥമായി സഹകരിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായത്. അവർക്കെല്ലാം ഞാൻ വളരെ ഹൃദ്യമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുക.